എല്ലാവർക്കും നമസ്കാരം. അപ്പോൾ ഇതൊരു യൂണിഫോം കോട്ടിൻ്റെ കട്ടിങ്ങും സ്റ്റിച്ചിങ്ങുമാണ് കാണിക്കുന്നത്. അപ്പോൾ വീഡിയോ കാണാം. അപ്പോൾ ഇതൊരു 10-12 വയസ്സുള്ള കുട്ടിക്കുള്ള കോട്ടാണ്. ഇതിൽ തുണിയുള്ളത് 80 സെൻറ്റിമീറ്റർ ആണ്. വീതി അതേപോലെ 58 ഇഞ്ച് വീതിയാണ്. ഇതിങ്ങനെ രണ്ടായിട്ട് മടക്കിയിടുക. ഇതിൻ്റെ നല്ല വശം ഇവിടെയാണ് വരിക. നമ്മൾ അടിവശത്താണ് ഇത് മാർക്ക് ചെയ്യുന്നത്. അപ്പോൾ ഇതിൻ്റെ മെഷർമെൻറ്റ് ഒന്ന് നോക്കാം. ഇതിൻ്റെ ഫ്രണ്ട് പട്ടിക്ക് നമ്മളൊരു 3.25 ഇഞ്ച് മാർക്ക് ചെയ്യുന്നുണ്ട്. ഈ മുകൾ വശം ഒന്ന് സ്ട്രൈറ്റ് ആക്കി എടുക്കാം. ഇതിൻ്റെ ഇറക്കം വേണ്ടത് 22 ഇഞ്ചാണ്. അപ്പോൾ ഇവിടെ നമ്മൾ ആദ്യം തന്നെ ഷോൾഡർ ജോയിൻറ്റിന് അതേപോലെ ഒരു 1/2 ഇഞ്ച് വിടുക. അതിന് ശേഷം 22 ഇഞ്ച് മാർക്ക് ചെയ്യുക. 1.5 ഇഞ്ച് ബോട്ടം മടക്കടിക്കാൻ മാർക്ക് ചെയ്യാം. പിന്നെ ഇതിൻ്റെ ചെസ്റ്റ് വന്നിട്ട് 30 ഇഞ്ചാണ്. അപ്പോൾ അതിൻ്റെ 4 ഭാഗം 7.5 ഇഞ്ച് വരും. അതിനൊരു 1/2 ഇഞ്ച് കുറച്ചിട്ട് നമുക്ക് ആം ഹോളിൽ മാർക്ക് ചെയ്യാം. അതുപോലെ ഒരു 13 ഇഞ്ചിൽ നമുക്കിതിൻ്റെ ഷേപ്പ് മാർക്ക് ചെയ്യാം. ഇനി ഇതൊന്ന് നേരെ വരച്ചെടുക്കാം. ഇനി ഇതിൻ്റെ കഴുത്ത് വരയ്ക്കാം. ഇത് വീനെക്കാണ്. അപ്പോൾ ഇതിൻ്റെ കോളർ വന്നിട്ട്, അതായത് കഴുത്തിൻ്റെ വണ്ണം വന്നിട്ട് 12 ഇഞ്ചാണ്. അപ്പോൾ അതിൻ്റെ 5-ലൊരു ഭാഗം 2.5 ഇഞ്ചാണ് നമ്മളിതിൻ്റെ കഴുത്തിൻ്റെ വീതി വയ്ക്കുന്നത്. ഇറക്ക് ഏകദേശം ഈ ഇറക്കം വെച്ചാൽ മതി. അതായത് ആം ഹോളിൻ്റെ ഇറക്കത്തിൻ്റെ അത്രയും വെച്ചാൽ മതി. ഇവിടെ നിന്ന് നമുക്ക് ഈ സ്കെയിൽ വെച്ചിട്ട് ഒരു ചെറിയ ഷേപ്പ് കൊടുക്കാം കഴുത്തിന്. അതേപോലെ ചെറിയൊരു ഷേപ്പ് കൊടുക്കാം. ഷോൾഡർ ഡൗൺ 1 ഇഞ്ച് കൊടുക്കാം. ഷോൾഡർ വന്നിട്ട് 14.5 ഇഞ്ചാണ്. അപ്പോൾ അതിൻ്റെ പകുതി 7.25. അതിനൊരു 1/2 ഇഞ്ച് കുറച്ച് കൊടുത്താൽ മതി. നമുക്ക് 6.25 ഇഞ്ച് കൊടുത്താൽ മതി. ഇവിടെ നമുക്ക് ഷോൾഡർ 1 ഇഞ്ച് ഡൗൺ കൊടുക്കാം. ഇനി നമുക്കിതിൻ്റെ ലൂസ് മാർക്ക് ചെയ്യാം. ചെസ്റ്റ് വന്നിട്ട് 30 ഇഞ്ചാണ്. അപ്പോൾ അതിൻ്റെ 4-ലൊരു ഭാഗം എന്ന് പറയുമ്പോൾ 7.5 ഇഞ്ച് വരും. ഒരു 1.5 ഇഞ്ച് ലൂസിന് കൊടുക്കുക. കാരണം ഇവിടെ ബട്ടൺസ് വയ്ക്കുന്നതായതുകൊണ്ട് നമുക്ക് 1/2 ഇഞ്ച് അധികം കൊടുക്കണം. നമ്മൾ ചുരിദാറിൻ്റെ പോലെ 1 ഇഞ്ച് കൊടുത്താൽ പോരാ. പിന്നെ 1 ഇഞ്ച് നമുക്ക് തയ്യത്തും കൊടുക്കും. വേസ്റ്റ് വന്നിട്ട് 26 ഇഞ്ചാണ്. അപ്പോൾ അതിൻ്റെ 4-ലൊരു ഭാഗം 6 ഇഞ്ച്. ഇവിടെ 1 ഇഞ്ച് ലൂസ് കൊടുത്താൽ മതി, 7 ഇഞ്ച്. പിന്നെ ഇവിടെ ഒരു ടെക്ക് കൊടുക്കുന്നുണ്ട്. അതിന് നമുക്ക് ഏകദേശം 1 ഇഞ്ച് തന്നെ കൊടുക്കാം, 8 ഇഞ്ച്. പിന്നെ ഇവിടെ 1 ഇഞ്ച് തയ്യത്തുമ്പ് 33 ഇഞ്ചാണ്. അപ്പോൾ അതിൻ്റെ 4-ലൊരു ഭാഗം 8.25 ഇഞ്ച് വരും. നമുക്ക് 1 ഇഞ്ച് ലൂസും കൂടെ ചേർത്തിട്ട് 9.25 ഇഞ്ച് മാർക്ക് ചെയ്യുക. അതിനുശേഷം 1 ഇഞ്ച് തയ്യത്തുമ്പ്. ഇവിടെ നമുക്കൊരു അല്പം കൂടെ ഒരു 1/4 ഇഞ്ച് കൂടെ കൂടുതലിടാം. കാരണം ഇത് ഷർട്ടിന് പുറത്ത് കൂടെ ഇടുന്ന അതായതുകൊണ്ട് അല്പം കൂടെ ലൂസ് വയ്ക്കുക. അതിനുശേഷം ഇത് വരച്ചെടുക്കാം. ഇനി ഇവിടെ ആം ഹോൾ വരയ്ക്കാം. ഇനി ഇതിൽ ടക്ക് മാർക്ക് ചെയ്യാം. നമുക്കൊരു 3.25 ഇഞ്ചിൽ ടക്ക് മാർക്ക് ചെയ്യാം. ഇങ്ങോട്ടൊരു 9 ഇഞ്ച് മാർക്ക് ചെയ്യാം. ഒരു 7.5 ഇഞ്ചിൽ മാർക്ക് ചെയ്യുക. 7.5 ഇഞ്ച് ഇറക്കം മതി. ഇവിടെ നമുക്ക് 2 പോക്കറ്റും കൊടുക്കണം. പോക്കറ്റ് ഇവിടെ നിന്ന് ഇങ്ങോട്ട് ഒരു 2.25 ഇഞ്ച് മാർക്ക് ചെയ്യുക. വീതി ഒരു 4 ഇഞ്ച് മതി. അതേപോലെ പോക്കറ്റ് മൗത്തിൻ്റെ വീതി 1/2 ഇഞ്ച് കൊടുക്കാം. ഇപ്പോൾ ഇവിടെ നമ്മൾ 3.25 ഇഞ്ചാണ് ഫ്രണ്ട് പട്ടിക്ക് വെച്ചത്. ഇത് കണക്കാക്കിയത് നമ്മൾ കഴുത്തിൻ്റെ വീതി വെച്ചത് 2.5 ഇഞ്ചാണ്. ഇത് കൂടെ ഒരു 3/4 ഇഞ്ച് കൂടുതൽ വയ്ക്കുക. കാരണം ഇതിങ്ങനെ മടക്കിയിട്ടിട്ട് ഇത് അടിച്ച് മറക്കുകയാണ് ചെയ്യുന്നത്. നമ്മളിത് സെപ്പറേറ്റ് ഫ്രണ്ട് പട്ടി കട്ട് ചെയ്ത് മാറ്റുന്നില്ല. അതുപോലെ ഇവിടെ ഓപ്പൺ കൊടുക്കുന്നില്ല. ഷർട്ട് ഇൻ ചെയ്യാതെ ഇടുമ്പോൾ ഇത് ഓപ്പൺ കൊടുക്കേണ്ട ആവശ്യമില്ല. ഇനി ഇത് കട്ട് ചെയ്തെടുക്കാം. ഇവിടെ ഒരു അടയാളമുള്ള അതുപോലെ ഈ പീസ് ഇതിങ്ങനെ മടക്കിയിട്ട് നമുക്ക് ഈ കഴുത്ത് അടിയിരിക്കും കൂടെ മാർക്ക് ചെയ്തിട്ട് ഇതുകൂടെ കട്ട് ചെയ്ത് മാറ്റാം.
ഇനി നമുക്കിതിൻ്റെ ബാക്ക് കട്ട് ചെയ്യാം. ബാക്ക് ഇതേപോലെ ആവശ്യമുള്ള വീതിക്ക് മടക്കിയെടുക്കുക. ബാക്ക് കട്ട് ചെയ്യുമ്പോൾ ഒരു 2 ഇഞ്ച് അധികം വേണം ഹൈറ്റ്. അതുപോലെ ഇവിടെ വന്നിട്ട് 1/2 ഇഞ്ച് കമ്മി മതി. അതായത് ഫ്രണ്ടിനെ അപേക്ഷിച്ച് ബാക്ക് 1/2 ഇഞ്ച് കമ്മി മതി. അതിനുശേഷം ഇവിടെ കഴുത്ത് മാർക്ക് ചെയ്യാം. വീതി 2.5 ഇഞ്ച്. കഴുത്തിൻ്റെ ഇറക്കം വന്നിട്ട് 1.5 ഇഞ്ച് മാർക്ക് ചെയ്യാം. ഇതേപോലെ കഴുത്ത് മാർക്ക് ചെയ്യുക. ഇവിടെ നിന്നും 2 ഇഞ്ച് മാർക്ക് ചെയ്യുക. അതിനുശേഷം ഇതേപോലെ വരച്ചിട്ട് ഇവിടുത്തെ വീതി തന്നെ മുകളിൽ മാർക്ക് ചെയ്യുക. ഇനി ഇതിനൊപ്പം ഇത് കട്ട് ചെയ്തെടുത്താൽ മതി. അപ്പോൾ ഇതേപോലെ ബാക്കും കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഈ ഫ്രണ്ടിലത്തെ ടക്ക് ഇതേപോലെ ബാക്കിലേക്കും വേണം. അത് നമുക്ക് ഇപ്പോൾ തന്നെ ഒന്ന് അടയാളപ്പെടുത്തി വയ്ക്കാം. ഇനി നമുക്കിതിൻ്റെ പോക്കറ്റിലേക്ക് 2 പീസ് വേണം. ഇത് പോക്കറ്റ് 4 ഇഞ്ചാണ്. ഒരു 6 ഇഞ്ചിൽ 2 പോക്കറ്റ് എടുക്കുക. കുറച്ചുകൂടെ നീളത്തിൽ ഒരു 2 പീസും കൂടെ എടുക്കുക. പോക്കറ്റിൻ്റെ മുകളിൽ വയ്ക്കാൻ ഒരു 2 പീസ് കൂടെ വേണം. ഇനി ഈ ബാക്കി പീസ് നമുക്ക് 1.5 ഇഞ്ച് വീതിയിൽ ക്രോസിൽ കട്ട് ചെയ്തെടുത്താൽ മതി. ഒന്നര ഇഞ്ച് വീതിയിൽ ക്രോസ് പീസ് എടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് ആം ഹോൾ ഫിനിഷ് ചെയ്യാനും നെക്ക് ബാക്കിലേക്ക് മാത്രമാണ് വേണ്ടത്. അപ്പോൾ ഇനി ഇതിൻ്റെ സ്റ്റിച്ചിങ് നോക്കാം. അപ്പോൾ നമുക്ക് ആദ്യം ഇതിൻ്റെ ബാക്ക് ടക്ക് ഇട്ടിട്ട് മാറ്റി വയ്ക്കാം. ഇനി ഇതേപോലെ ഒരു 1.5 ഇഞ്ച് ക്രോസ് പീസ് എടുക്കുക. അത് 2ആയിട്ട് മടക്കി എടുക്കുക. അതിനുശേഷം ഈ ബാക്ക് കഴുത്തിൽ ഇതേപോലെ വെച്ചിട്ട് ഒരു 1/4 ഇഞ്ച് വീതിയിൽ തയ്ച്ചെടുക്കുക. ഇനി ഇത് മാറ്റി വയ്ക്കാം. ഇനി നമുക്ക് ഈ ഫ്രണ്ട് ഭാഗത്ത് ടക്കുകൾ ഇടണം. അതിന് മുന്നേറ്റ് നമുക്ക് ഈ പോക്കറ്റ് അടിയിലേക്ക് ഒന്ന് അടയാളപ്പെടുത്താം. കാരണം അതിൽ 2 പോക്കറ്റ് വരുന്നുണ്ട്. ഇനി ഈ ടക്കുകൾ ഇട്ടെടുക്കാം. ഇനി നമുക്കിതിലൊരു പോക്കറ്റ് വയ്ക്കാം. പോക്കറ്റ് വയ്ക്കാനായിട്ട് ഞാൻ ഇതേപോലെ 2 പീസിൽ ഒരു വലിയ പീസും ഒരു ചെറിയ പീസും കട്ട് ചെയ്തിരുന്നു. അതിലത്തെ ചെറിയ പീസിൽ ഇതേപോലെ ഒരു ക്യാൻവാസ് കട്ട് ചെയ്ത് ഒട്ടിക്കുക. ഇതിലും അതേപോലെ ഒരു പീസ് ഒട്ടിക്കുക. ഇതാണ് നമ്മൾ മൗത്തായിട്ട് ഉപയോഗിക്കുന്നത്. അപ്പോൾ ആ മൗത്തിന് എത്ര വീതി എടുക്കണോ അതിൽ നിന്ന് ഒരു 1/4 ഇഞ്ച് അധികം എടുക്കുക. ഇതിപ്പോൾ ഞാൻ 1/2 ഇഞ്ച് മൗത്താണ് കൊടുക്കുന്നത് വീതി. അപ്പോൾ 1/4 ഇഞ്ച് അധികം കൊടുത്തിട്ടുണ്ട്. ഈ 1/4 ഇഞ്ച് നമുക്ക് തയ്യത്തുമ്പാണ്. ഇതിൻ്റെ നീളം നമുക്കൊന്ന് അടയാളപ്പെടുത്താം. ഈ 4 ഇഞ്ച് ഇവിടെയും അടയാളപ്പെടുത്താം. ഇനി ഇവിടെ നമ്മൾ 4 ഇഞ്ച് മാർക്ക് ചെയ്തത് ഇവിടെ ആദ്യം പോക്കറ്റിൻ്റെ ഇവിടെ മാർക്ക് ചെയ്തിട്ടുണ്ട്. നമ്മളിവിടെ പടി കഴിഞ്ഞിട്ടുള്ള ഭാഗം ഇവിടെ മാർക്ക് ചെയ്തിട്ടുണ്ട്. ഈ മാർക്കിനൊപ്പം വയ്ക്കുക. എന്നിട്ട് അടുത്തത് ഈ മാർക്കിനൊപ്പം വെച്ചിട്ട് ഇവിടെ നിന്ന് ഇതുവരേക്കും തയ്ക്കുക. ഇത് വളരെ ഈസി ആയിട്ടുള്ളൊരു മെത്തേഡാണ് കാണിക്കുന്നത്. പോക്കറ്റ് പല രീതിയിൽ തയ്ക്കാൻ പറ്റും. ഇനി അടുത്ത പീസ് ഇതേപോലെ ഇവിടെ വെച്ചിട്ട് ഇവിടെ നിന്ന് ഇതുവരെ മാത്രം തയ്ക്കുക. ഇതേപോലെ ഈ 2 സൈഡിലും മാത്രം തയ്ക്കുക. ഇനി ഇതിൻ്റെ സെൻറ്റർ ഒന്ന് കട്ട് ചെയ്യാം. ഇതുവരേക്കും കട്ട് ചെയ്യേണ്ട ആവശ്യമില്ല. ഒരല്പം കയറ്റി കട്ട് ചെയ്യുക. ഇതുവരേക്കും കട്ട് ചെയ്താൽ മതി. അതുപോലെ തന്നെ ഈ സൈഡും തിരിച്ച് വെച്ചിട്ട് നമുക്ക് ഈ 2 സൈഡും ഈ രീതിയിൽ കട്ട് ചെയ്തെടുക്കുക.
ഈ പീസ് നമുക്കിതിങ്ങനെ കൈ കൊണ്ടൊന്ന് മടക്കി പിടിക്കാം. എന്നിട്ട് ഈ അടിയിലത്തെ പീസിൽ മാത്രം കട്ടിങ് കൊണ്ടാൽ മതി. ഇതേപോലെ കട്ട് ചെയ്യാം. അതുപോലെ ഈ സൈഡും. എന്നിട്ട് ഇവിടെ ഇതിങ്ങനെ മടക്കിയെടുക്കുക. മുകൾ വശം ഇവിടെ വന്നിട്ട് ഈ ക്യാൻവാസിനൊപ്പം മടക്കുക. ഇത് നമുക്ക് പോക്കറ്റിൻ്റെ മൗത്തായിട്ട് കിട്ടും. ഇനി ഇതിന് ഉൾവശത്ത് കൂടെ എടുക്കുക, അടിയിലേക്ക് ഇതേപോലെ എടുക്കുക. അതിനുശേഷം തിരിച്ചിട്ടിട്ട് നമ്മൾ കട്ട് ചെയ്ത വി ഷേപ്പിലൊരു പീസ് ഉണ്ട്, അത് ഇതിലേക്ക് വെച്ചിട്ട് ഒരു തൈലിടുക. അപ്പോൾ ഇതേപോലെ രണ്ട് സൈഡും തയ്ച്ചെടുക്കുക. ഇനി ഇതിന് മേലെ ഒരു തൈലിടാം. ഈ ടെക്കിൻ്റെ അല്പം താഴേക്ക് ചുളിവ് വന്നിട്ടുണ്ട്. ഇത് വരാതെ ഇരുന്നാൽ കുറച്ചുകൂടെ നന്നായിരിക്കും, ശ്രദ്ധിച്ചില്ല. അപ്പോൾ ഇതേപോലെ ഈ 4 സൈഡിലൊരു മേൽത്തൈലിടുക. അതിനുശേഷം ഇത് തിരിച്ച് വെച്ചിട്ട് ഇതേപോലെ ഒരു 3/4 ഇഞ്ച് തയ്യത്തുമ്പിട്ടിട്ട് ബാക്കിയുള്ളത് കട്ട് ചെയ്ത് മാറ്റുക. അതുപോലെ അടിവശത്തേക്ക് നമ്മൾ ഓപ്പൺ വെച്ചത് 4 ഇഞ്ചാണ്. അപ്പോൾ ഇറക്കം ഒരു 4.5 ഇഞ്ച് മതി. ഒരു 1/2 ഇഞ്ച് തയ്യത്തുമ്പും കൂടെ ചേർത്ത് ഒരു 5 ഇഞ്ച് മാർക്ക് ചെയ്യുക. എന്നിട്ട് ഇത് കട്ട് ചെയ്ത് മാറ്റുക. മുകൾ വശത്തേക്ക് അതേപോലെ ഒരു 1.5 ഇഞ്ച് വെച്ചാൽ മതി. അതിനുശേഷം നമ്മൾ വേറെ ഒരല്പം കൂടെ ഇറക്കത്തിൽ പീസ് വെച്ചിരുന്നു, അത് ഇതിന് മേലെ വയ്ക്കുക. എന്നിട്ട് ഒരു 1/2 ഇഞ്ച് വീതിയിൽ ഒരു തൈലിടുക. ഇനി ഇതേപോലെ ഒപ്പം കട്ട് ചെയ്തിട്ട് അത് ഓവർലോക്ക് അടിക്കുകയാണ് ചെയ്യുന്നത്. ഇനി അടുത്ത പോക്കറ്റും ഇതേപോലെ അടിച്ചെടുക്കാം. അപ്പോൾ ഇതേപോലെ 2 പോക്കറ്റും തയ്ച്ചെടുത്തിട്ടുണ്ട്. അതിനുശേഷം അടിയിൽ ഇതേപോലെ ഓവർലോക്ക് അടിക്കുകയാണ് ചെയ്തിരിക്കുന്നത്. നമുക്ക് ഇവിടെ ചേർത്തടിക്കാം. ഇതിങ്ങനെ മടക്കിയിട്ട് ഒരു 1/4 ഇഞ്ച് വീതിയിൽ തയ്ച്ചാൽ മതി. ഇനി ഇതിങ്ങനെ അടിമറിച്ചെടുക്കുക. അതിനുശേഷം ഇവിടെ ഒരു മേൽത്തൈലിടാം. അപ്പോൾ ഇതേപോലെ 2 സൈഡിലും ഈ അടിച്ചുകൂടെ വേറെ തൈലിട്ട് എടുക്കുക. ഇനി നമുക്കിതിൻ്റെ ഷോൾഡർ ജോയിൻറ്റ് ചെയ്യാം. അപ്പോൾ ഇവിടെ നമ്മൾ കഴുത്ത് അടിച്ച് നിർത്തിയിട്ടുണ്ട്. ഈ കഴുത്ത് ഇതിലേക്ക് വെച്ച് കൊടുക്കുക. എന്നിട്ട് ചേർത്ത് അടിച്ചാൽ മതി. ഇതേപോലെ മറിച്ചെടുക്കുക. അതിനുശേഷം അതിങ്ങനെ വെച്ചിട്ട് ഈ സൈഡിൽ കൂടെ ഒരു തൈലിടാം. അപ്പോൾ ഇതേപോലെ നെക്ക് ഫിനിഷ് ചെയ്തെടുക്കുക. ഇനി നമുക്കിതിൻ്റെ ആം ഹോൾ തയ്ക്കാം. ആം ഹോൾക്ക് നമുക്ക് ഇതേപോലെ 1.5 ഇഞ്ചിൽ ക്രോസ് പീസ് കട്ട് ചെയ്യുക. അത് ഇതേപോലെ 2ആയിട്ട് മടക്കിയിട്ട് 1/4 ഇഞ്ച് വീതിയിൽ തയ്ച്ചെടുത്താൽ മതി. അപ്പോൾ ഇതേപോലെ അടിച്ചിട്ട് ഒന്ന് കട്ട് ചെയ്ത് വിടുക. അതിനുശേഷം മേൽത്തൈലിടാം. അതിനുശേഷം അത് ഇങ്ങനെ മടക്കിയിട്ട് ഒരു തൈലിട്ടാൽ മതി. ഇതേപോലെ ചുളിവില്ലാതെ അടിച്ചെടുക്കാം. ഇനി അതേപോലെ ഈ സൈഡും അടിക്കാം. 2 ആം ഹോൾ അടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിൻ്റെ സൈഡ് തയ്ക്കാം. സൈഡിൽ നമ്മൾ തയ്യത്തുമ്പോൾ 1 ഇഞ്ചാണ് ഇട്ടിരിക്കുന്നത്. ഒരു തൈലും കൂടി ഇടാം. ഇനി അടുത്ത സൈഡ് അതേപോലെ തയ്ച്ചിട്ട് അത് ഓവർലോക്ക് അടിച്ചെടുക്കാം.
അപ്പോൾ സൈഡ് രണ്ടും അടിച്ചിട്ട് ഇതേപോലെ ഓവർലോക്ക് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിൻ്റെ ബോട്ടം തയ്ച്ചാൽ മതി. ബോട്ടം നമ്മൾ ആകെ ഇട്ടിരിക്കുന്ന 1.5 ഇഞ്ചാണ്. അതിനുശേഷം 1 ഇഞ്ച് വീതിയിൽ ഇത് അടിച്ചെടുക്കാം. അപ്പോൾ ബോട്ടം അടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിൽ ലേബിൾ വയ്ക്കാനുണ്ട്. ഈ ലേബിൾ വന്നിട്ട് ഈ ചെസ്റ്റിൻ്റെ ഇടത് വശത്ത് ഈ ടക്കിന് മുകളിലായിട്ട് വെച്ചാൽ മതി. അപ്പോൾ ഈ വീഡിയോ ഇത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, അതോടൊപ്പമുള്ള ബെൽ ബട്ടണും പ്രസ് ചെയ്യുക.